പല നമ്മുടെ പ്രേക്ഷകരും പ്രിയപ്പെട്ടവരും PT ഫാമിലിയിലുള്ളവരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ക്രിസ്ത്യാനികൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാമോ? ചിലർ പറയുമായിരിക്കും യോഗ എന്ന് പറയുന്നത് ഒരു എക്സസൈസാണ്, ശരീരത്തെ കുറച്ചും കൂടെ റിജൂവിനേറ്റഡ് ആക്കുവാൻ, കുറച്ചും കൂടെ ഉന്മേഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു എക്സസൈസ് മാത്രമാണ്. ഇപ്പോൾ വർഷത്തിൽ ഒരു ദിവസം ഇൻ്റർനാഷണൽ യോഗ ഡേ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ പലരും അത് പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. ഈവൻ ക്രിസ്ത്യാനികൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് അതൊരു എക്സസൈസായിട്ടും പിന്നെ മെഡിറ്റേഷൻ, ധ്യാനത്തിൻ്റെ ഒരു രീതിയായിട്ടുമൊക്കെ പല ക്രിസ്ത്യാനികളും പ്രാക്ടീസ് ചെയ്യുന്നു. ഈവൻ നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ പോലും യോഗ കരിക്കുലത്തിൻ്റെ ഭാഗമായി പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ അത് ശരിയാണോ? ക്രിസ്ത്യാനികൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാമോ? അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു ഇറ്റേണിറ്റി. ആൻഡ് അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഞാൻ സന്ദേശത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ഞാൻ സന്ദേശത്തിലേക്ക് വരാം. നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ പല ഇപ്രകാരമുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള മലയാളം സന്ദേശങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വേർഷൻസ് നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ അവൈലബിൾ ആണ്. അത് ചിലർക്കൊക്കെ അറിയാം, എങ്കിലും നമ്മുടെ വൈഡർ ഓഡിയൻസിൻ്റെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷ് ഭാഷയിൽ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആ സന്ദേശങ്ങളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഇംഗ്ലീഷ് ചാനലിൻ്റെ ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ മൾട്ടി ലാംഗ്വേജ് ഓഡിയോ ഫീച്ചർ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് അല്ലാതെ മറ്റ് 8 ഭാഷകൾ, അതായത് ഹിന്ദി, ജർമ്മൻ, ഫ്രഞ്ച്, ജാപ്പനീസ്, പോർച്ചുഗീസ് എന്നിങ്ങനെ മറ്റ് 8 ഭാഷകളും അതേ ഇംഗ്ലീഷ് ചാനലിൽ അവൈലബിൾ ആണ്. അതെങ്ങനെയാണെന്നുള്ളത് ആ ചാനലിൽ നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ, നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഗിയർ ലീവർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അവിടെ ആ സെറ്റിങ്സിൽ മൾട്ടി ട്രാക്ക് ഓഡിയോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുമെങ്കിൽ ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് കാണാവുന്നതാണ്. ഈ പറഞ്ഞ ഭാഷകളിലൊക്കെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, ഹിന്ദി ഭാഷയിലൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ ആ സന്ദേശങ്ങളുടെ ഹിന്ദി വേർഷൻസ് ആയിരിക്കും അതേ ചാനലിൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഒരു അറിയിപ്പുള്ളത്. പിന്നെ നമ്മുടെ ബാക്കപ്പ് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് പ്രകാരം ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ഫോണുകളിലേക്ക് വാട്സാപ്പിൽ ഈ മെസ്സേജിൻ്റെ ലിങ്ക് കൂടെ ഡെലിവേർഡ് ആകും. യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷന് പുറമെയാണ് ഇപ്രകാരമുള്ളൊരു സിസ്റ്റം. സോ വിത്ത് ദാറ്റ് ഔട്ട് ഓഫ് ദ വേ, നമുക്ക് നമ്മുടെ സന്ദേശത്തിലേക്ക് വരാം. എക്സസൈസ് എന്ന് പറയുന്നത് ശരീരത്തിന് നല്ല ഒരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും വ്യായാമം ചെയ്യണം. കാരണം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. നാം നമ്മുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യണം, സൂക്ഷിക്കണം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നാം ദൈവത്തിൻ്റെ 1-ാം കൽപ്പനയെ ലംഘിക്കരുത്. പുറപ്പാട് 20:3 തന്നെ പറയുന്നത്, ഞാനല്ലാതെ മറ്റ് ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാവരുത് എന്നാണ് ദൈവം പറഞ്ഞത്. പിശാചിന് നല്ലതല്ലാത്ത കാര്യത്തെ, തെറ്റായിട്ടുള്ള ഒരു കാര്യത്തെ നല്ലത് എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുവാൻ മിടുക്കനാണ്. പലരും ഇന്നസെൻ്റായിട്ടുള്ള രീതിയിൽ യോഗ പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങും. അത് ഒരു എക്സസൈസാണ്, വ്യായാമമാണ് എന്നൊക്കെ കരുതിയാണ് അങ്ങനെ തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അതിൻ്റെ പിൻപിലുള്ള ആത്മീക ആപത്തിലൊക്കെ ചെന്ന് ചാടി അങ്ങനെ ട്രാപ്ഡായി പോവാറുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾ മെഡിറ്റേഷൻ, അതായത് ധ്യാനം, യോഗയുടെ ഒരു പ്രാക്ടീസായിട്ടുള്ള രീതിയിൽ ചെയ്യാമോ? നാം മനസ്സിലാക്കണം, ബൈബിൾ പറയുന്നത് നാം ദൈവത്തിൻ്റെ വചനത്തെ വേണം നാം ധ്യാനിക്കുവാൻ. പക്ഷേ ബൈബിളിൽ പറയുന്ന മെഡിറ്റേഷൻ, ആ ധ്യാനത്തിൻ്റെ അർത്ഥവും ഈ ഈസ്റ്റേൺ റിലീജിയൻസ്, ബുദ്ധിസവും ഹിന്ദുയിസവും പല യോഗ പ്രാക്ടീസുകളിലെ ധ്യാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സങ്കീർത്തനം 1:2 പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ. സങ്കീർത്തനം 145:5 പറയുന്നത്, നിന്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. അപ്പോൾ ബൈബിൾ പറയുന്ന ധ്യാനമെന്ന് വെച്ചാൽ അല്പസമയം മാറ്റിവെച്ച് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ വഴികളെപ്പറ്റിയും ധ്യാനിക്കുക, ഓർക്കുക. അതിൻ്റെ അർത്ഥം എവിടെയെങ്കിലും പോയി ചുമ്മാതിരുന്ന് സകലത്തെയും ബ്ലോക്ക് ഔട്ട് ചെയ്ത് പിന്നെ ചില ആത്മീക ശക്തികളിലേക്ക് നാം നമ്മളെ തന്നെ ഓപ്പൺ അപ്പ് ചെയ്ത്, അതായത് ആത്മീക ശക്തികളെന്ന് പറയുന്നത് പൈശാചിക ശക്തികളാണ്, അതിലേക്കൊക്കെ ഓപ്പൺ ഔട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ ചുമ്മാതെ കുത്തിയിരിക്കുക എന്നൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനം
ആ പറഞ്ഞതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ്. അതായത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം നിർമ്മതരായിരിക്കണം എന്നാണ്. 1 പത്രോസ് 5:8 തന്നെ പറയുന്നത്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ ബൈബിൾ പ്രകാരമായിട്ടുള്ള ധ്യാനമെന്ന് വെച്ചാൽ അല്പസമയം മാറ്റിവെച്ച് ദൈവവുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുവാൻ സമയം മാറ്റിവെക്കുക. നാം നമ്മളെ ശല്യപ്പെടുത്തുന്ന ഡിസ്ട്രാക്ഷൻസ്, ശല്യപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നാം എവിടെയാണ് ക്വയറ്റായിട്ടുള്ള, ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തിൽ പോയിരുന്ന് നാം ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ഒക്കെ ധ്യാനിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും, അതാണ് പ്രാർത്ഥന. നാം വചനം വായിക്കുക, വചനം പഠിക്കുക, പിന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ ഓർത്തൊക്കെ ഒന്ന് ധ്യാനിച്ച് നന്ദി പറയുക, അങ്ങനെ ദൈവത്തോട് സംസാരിക്കുക. ഇതെല്ലാമാണ് ബൈബിൾ പറയുന്ന ധ്യാനം. ദൈവത്തിന് നമ്മളുമായിട്ട് ഒരു ബന്ധം ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആഗ്രഹം നാം അവനുമായിട്ടും സമയം സ്പെൻഡ് ചെയ്യണമെന്നാണ്. മത്തായി 6:6 തന്നെ യേശു തന്നെ പറഞ്ഞത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ, യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവപൈതലാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ന്യൂ ഏജ് പ്രാക്ടീസുകളൊക്കെ ചെയ്ത് ദൈവവുമായിട്ടുള്ളൊരു കണക്ഷൻ ഒപ്പിക്കാൻ നോക്കണ്ട. അപ്പോൾ പിന്നെ എന്താണ് യോഗ? യോഗ എന്ന് പറയുന്ന വാക്ക് തന്നെ വരുന്ന സംസ്കൃത ഭാഷയിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം മേർജർ ഓർ യൂണിയൻ ഓർ ടു യോക്ക്, ഒരുമിക്കുക, ഒരു നുകത്തിൻ്റെ കീഴിൽ വരിക എന്നൊക്കെയുള്ളൊരർത്ഥമാണ്. ആ ഒരു തത്വശാസ്ത്രത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം മൈൻഡും ബോഡിയും, അതായത് മനസ്സും ശരീരവും തമ്മിലുള്ളൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുക. അങ്ങനെ സ്വയമേ ഒരു എൻലൈറ്റൻമെൻറ്റ്, ജ്ഞാനോദയം കൊണ്ടുവരിക. അത് കൊണ്ടുവരാൻ വേണ്ടി ചില മന്ത്രങ്ങളും ചില ഫിസിക്കലായിട്ടുള്ള വ്യായാമങ്ങളും പിന്നെ ചില ധ്യാനമായിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുവാൻ വേണ്ടി യോഗ ഉപയോഗിക്കുന്നത് ചില ബ്രത്ത് ടെക്നിക്കുകൾ, ചില ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ടെക്നിക്കുകൾ, ചില പോസ്ചറുകൾ, ചില പൊസിഷനുകൾ, റിലാക്സേഷൻ, ശാന്തമായി വിശ്രമിക്കുന്ന ചില കാര്യങ്ങൾ, പിന്നെ ധ്യാനം, ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിലൂടെ അവർ പറയുന്നത്, അല്ലെ അവർ കരുതുന്നത്, ഒരു ഹെൽത്തി, ആരോഗ്യപരമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ടു ലൈഫ്, ജീവിതത്തെ നല്ല ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് അത് ചെയ്യുന്നവർ ചിന്തിക്കുന്നതും പറയുന്നതും. യേശു തന്നെ തിരുവെഴുത്തിൽ പറഞ്ഞത്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ഗോൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ, ടു ബി യോക്ഡ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവുമായിട്ട് നുകത്തിൽ ഒത്തുചേരുക. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. യോഗയിലെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, നാം ക്രിസ്തുവല്ലാതെ മറ്റെന്തിൻ്റെയെങ്കിലും നുകത്തിൻ്റെ കീഴിൽ വന്നാൽ അത് പൈശാചികമാണ്. പല യോഗ പോസ്ചറുകളും പൊസിഷൻസുമൊക്കെ പല ജാതീക ദൈവങ്ങളെ ആരാധിക്കുന്ന പോസ്ചറുകൾക്ക് തുല്യമാണ്. അപ്രകാരമുള്ള ആ ജാതീക ദൈവങ്ങളെന്ന് പറയപ്പെടുന്നതിൻ്റെ പിമ്പിൽ പല പൈശാചിക ശക്തികളുമായിരിക്കും പ്രവർത്തിച്ച് ഇത് ഫോളോ ചെയ്യുന്നവരെ ബന്ധിക്കുന്നത്. പിശാച് പല കാര്യങ്ങളെയും നല്ലതെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാതെ പല ക്രിസ്ത്യാനികളും ഈ യോഗ അവരുടെ ഭവനങ്ങളിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് 5 കാരണങ്ങൾ നോക്കാം എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ യോഗ പ്രാക്ടീസ് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ. 1. യോഗ ഈസ് നോട്ട് മിയർലി ആൻ എക്സസൈസ്. യോഗ ഒരു വ്യായാമം മാത്രമല്ല. യോഗയുടെ അർത്ഥം തന്നെ നുകത്തിൻ്റെ കീഴിൽ വരിക. കുറച്ചും കൂടെ പ്ലെയിനായിട്ട് പറഞ്ഞാൽ ബ്രഹ്മനുമായിട്ട് നുകത്തിൻ്റെ കീഴിൽ വരിക. ബൈബിൾ നമ്മളെ വാൺ ചെയ്യുന്നുണ്ട്. 2 കൊരിന്ത്യർ 6:14-15 നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം മാത്രമേ ഉള്ളൂ സത്യദൈവം. അത് അനേക വാക്യങ്ങളിൽ ബൈബിളിൽ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് യെശയ്യാവ് 43:11, 44:6-8, 45:18-21 എന്നിങ്ങനെ ഒട്ടനവധി വാക്യങ്ങളിൽ. എന്നിട്ട് ആ ദൈവത്തിങ്കിലേക്ക് എത്തുവാനായിട്ടുള്ള ഏക വഴി യേശു മാത്രമാണെന്ന് യേശുവും അവകാശപ്പെട്ടു.
യോഹന്നാൻ 14:6 അപ്പോൾ പിന്നെ ആ ദൈവത്തിലേക്ക് യേശു അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ നാം സമീപിക്കുവാൻ നാം ശ്രമിച്ചാൽ അതിൽ ഇവൻ യോഗയാണെങ്കിൽ കൂടി എല്ലാ സാധ്യതയുമുണ്ട് അതിൻ്റെ എല്ലാം പിമ്പിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തികളായിരിക്കുമെന്നും ആ പൈശാചിക ശക്തികൾ സത്യദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റി മാറ്റിക്കൊണ്ടുപോകും. പലരും ചിന്തിക്കുന്നത് യോഗ പോസുകളൊക്കെ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ യോഗ പോസുകൾ വെറും പോസുകൾ മാത്രമല്ല, അവയെല്ലാം പ്രത്യേകിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ മനുഷ്യർ ഉണ്ടാക്കിയ ദൈവങ്ങളെ ആരാധിക്കുന്ന വിധത്തിലുള്ള പോസ്ചറുകളാണ്. അതിൻ്റെ എല്ലാം പിൻപിൽ പൈശാചിക ശക്തികളായിരിക്കും പ്രവർത്തിക്കുന്നത്. ബൈബിൾ ടീച്ചേഴ്സ്, ഉദാഹരണത്തിന് പരേതനായ ഡെറക് പ്രിൻസും പിന്നെ മറ്റു പല യോഗ ഇൻസ്ട്രക്ടേഴ്സ്, പല ഹൈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന യോഗ ഇൻസ്ട്രക്ടേഴ്സ്, അവർ പിന്നീട് ദൈവമക്കളായപ്പോൾ യേശുവിനെ സ്വീകരിച്ച് ദൈവപൈതലായി കഴിഞ്ഞപ്പോൾ അവർ ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് വാൺ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നോ അവർ ഒരു യഥാർത്ഥ ദൈവപൈതലാകുന്നതിന് മുമ്പേ, ഒരു ക്രിസ്ത്യാനിയാകുന്നതിന് മുമ്പേ, ഒരു വീണ്ടും ജനിച്ച ദൈവപൈതലാകുന്നതിന് മുമ്പ് ഈ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഡിമോണിക് അറ്റാക്സ്, പൈശാചിക ആക്രമണങ്ങളൊക്കെ നേരിട്ടതെന്നുള്ളത് അവർ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റോമർ 12:1 പറയുന്നത് പ്രകാരം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അതാണ് ബൈബിൾ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. പുറപ്പാട് പുസ്തകം 20:3 തന്നെ 10 കൽപ്പനകളിൽ വ്യക്തമായി പറയുന്നു, ഞാനല്ലാതെ മറ്റ് ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് സത്യദൈവമായ യഹോവ അരുളി ചെയ്തതാണ്. യോഗയെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു വർക്കൗട്ട് പോലെ. അത് വന്നിരിക്കുന്നത് തന്നെ ആഴമേറിയ ഒരു ആത്മീക, ഒരു സ്പിരിച്വൽ പ്രാക്ടീസ്. അത് കണക്റ്റഡ് ആയിരിക്കുന്നത് ഹിന്ദുയിസം, അതിൽ നിന്നാണ്. അതിൻ്റെ ലക്ഷ്യം ഇത് ചെയ്യുന്ന വ്യക്തിയെയും ഡിവൈൻ, അതായത് ദൈവത്തെയും തമ്മിൽ കണക്റ്റ് ചെയ്യുക, ഒരുമിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ്. യോഗയിലെ പല പോസുകളും പ്രാക്ടീസുകളും കുണ്ടാലിനി എനർജി, ആ ശക്തിയെ ഉണർത്തുവാൻ വേണ്ടിയാണ്. അതായത് ആ ഒരു ശക്തിയാണ് നമ്മുടെ സ്പൈൻ്റെ, ബാക്ക് ബോണിൻ്റെ താഴെ ചുരുണ്ട് കിടക്കുന്ന ആ ഒരു സർപ്പം എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ശക്തിയെ അവിടെ നിന്നും തുറന്നുവിട്ടാൽ ശരീരത്തിൻ്റെ ചക്രാസിലൂടെ, അതായത് എനർജി സെൻറ്ററിലൂടെ എല്ലാം കയറി അത് നമുക്ക് സ്പിരിച്വൽ എൻലൈറ്റൻമെൻറ്റ്, അതായത് സ്വയമേയുള്ള ജ്ഞാനോദയം കൊണ്ടുവരും എന്നാണ് ഇത് പഠിപ്പിക്കുന്നവർ പറയുന്നത്. ഇതൊക്കെ ഒരു മിസ്റ്റിക്കലായിട്ട് തോന്നുമെങ്കിലും ഇപ്രകാരമുള്ള ഈ ഒരു ശക്തിയെയൊക്കെ ഉണർത്തുക എന്ന് പറയുന്നത് ഇത് ക്രൈസ്തവ വിശ്വാസം ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ആ കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബൈബിൾ പ്രകാരം അത് തെറ്റാണ്. 2, യോഗ എൻകറേജസ് വർഷിപ്പ് ഓഫ് ദ യൂണിവേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദ ക്രിയേറ്റർ. യോഗ പ്രോത്സാഹിപ്പിക്കുന്നത് സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിപ്പിനെ, അതായത് പ്രപഞ്ചത്തിനെ ആരാധിക്കണം എന്നൊരു കോൺസെപ്റ്റാണ്. യോഗ ഈ മേൽപ്പറഞ്ഞ പല കാര്യങ്ങളെയും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ഓരോന്നിനും ഓരോ പ്രാക്ടീസിലേക്ക് അവർ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവം, ദ ഡിവൈൻ വിത്തിൻ, അതാണല്ലോ അങ്ങനെയുള്ള തത്വശാസ്ത്രം ഹോൾഡ് ചെയ്യുന്നവർ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ദൈവത്തെ അതിനുമായിട്ട് കണക്ട് ചെയ്യുക, പിന്നെ ഈ പ്രപഞ്ചത്തിലെ ശക്തി എനർജിയുമായിട്ടൊക്കെ കണക്ട് ചെയ്യുക. ഇങ്ങനെ അങ്ങ് പരന്ന് കിടക്കുകയാണ് അവർ പഠിപ്പിക്കുന്ന ആ പ്രാക്ടീസുകൾ. ഈ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ചില മന്ത്രങ്ങളും ചില വിഷ്വലൈസേഷനുകളും എല്ലാം ഈ ഉള്ളിലെ ദൈവം, ആ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുവാനും അങ്ങനെയൊക്കെ ചെയ്ത് ആ ദൈവവുമായിട്ടൊക്കെ ഒന്നാകുവാനും. പക്ഷേ യഥാർത്ഥത്തിൽ അത് ദൈവത്തിൻ്റെ വെളിച്ചമോ ഒന്നുമല്ല. ഈ യോഗയുടെ പ്രാക്ടീസിൻ്റെ അടിസ്ഥാനം തന്നെ മനുഷ്യനും ദൈവവും ഒന്നാണ്. ആ ഒരു തത്വത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങി വരുന്നത്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സെൽഫ് വർഷിപ്പ്, സ്വയമേയുള്ള ആരാധന. പക്ഷേ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഹൈ ലെവൽ സ്പിരിച്വാലിറ്റി, ഏതോ ഒരു ഉന്നത തലത്തിലുള്ള ആത്മീയതയാണെന്നാണ് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നത് നാം സൃഷ്ടിപ്പിനെ അല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടാവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. 3, യോഗ എൻകറേജസ് ക്ലിയറിംഗ് ദ മൈൻഡ് ആൻഡ് ഈസ് നോട്ട് സ്പിരിറ്റ് ഫിൽഡ്. യോഗ പ്രോത്സാഹിപ്പിക്കുന്നത് മനസ്സിനെ എല്ലാം ശൂന്യമാക്കുക. അത് ദൈവം പറയുന്നത് പോലെ ആത്മനിറവിൻ്റെ ഒരു രീതിയല്ല. യോഗ പ്രോത്സാഹിപ്പിക്കുന്നത്
മനസ്സിനെ ശൂന്യമാക്കുക, ഉള്ളിലെ ആ വെളിച്ചത്തെ നാം കണ്ടെത്തുക. അങ്ങനെ നമ്മളും പ്രപഞ്ചവുമായിട്ടൊക്കെയുള്ള ആ ഒരു ഹാർമണി, ആ ഒരു ഒരുമ നാം മനസ്സിലാക്കുക. പക്ഷേ ക്രിസ്ത്യാനി എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കുകയല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം. റോമർ 12:2 പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തും, നമ്മുടെ മനസ്സുകളെയൊക്കെ പുതുക്കും. വേറാസ് യോഗ പ്രോത്സാഹിപ്പിക്കുന്നതോ ഇറ്റ്സ് എ പാത്ത് ഓഫ് എൻലൈറ്റൻമെൻറ്റ്, സ്വയമേ ജ്ഞാനോദയത്തിലേക്ക് വരിക എന്ന കാര്യമാണ് യോഗ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു വഴി ചെന്നെത്തുന്നത് സത്യദൈവത്തിങ്കിലേക്കല്ല. യോഗയിൽ വെളിച്ചം കാണുക എന്ന് പറഞ്ഞാൽ എന്തോ ഉള്ളിലെ ഒരു വെളിച്ചമൊക്കെ കണ്ടെത്തുക, അത് ഈ ധ്യാനത്തിലൂടെയൊക്കെ കണ്ടെത്തുക. അതിനെ ഈ സ്പിരിച്വൽ അവേക്കനിങ് ആൻഡ് ഹയർ കോൺഷ്യസ്നെസ്, ഏതോ ഒരു ഉന്നത തലത്തിലുള്ള ഒരു ജ്ഞാനവും ഒക്കെ വെച്ച് അത് കണക്ട് ചെയ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിലുള്ളൊരു വെളിച്ചമൊന്നുമല്ല. പക്ഷേ ആ ഒരു എൻലൈറ്റൻമെൻറ്റ്, ആ ജ്ഞാനോദയത്തിൻ്റെയൊക്കെ ഒരു പ്രതീകാത്മകമായ ഒരു സിംബോളിക്കായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ് എന്നാണ് അവർ പറയുന്നത്. ബൈബിൾ ക്ലിയറായിട്ട് പറയുന്നു, പിശാച് തന്നെ വെളിച്ചദൂതൻ്റെ വേഷമെടുത്തു വരും. 2 കൊരിന്ത്യർ 11:14-15 അതൊരു ശക്തമായിട്ടുള്ളൊരു വാർണിംഗ് ആണ്. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. യോഗയിലെ വെളിച്ചത്തിൻ്റെ ആ ഒരു അപകടമൊക്കെ ഈ വാക്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമല്ലേ? ആൻഡ് നോ വണ്ടർ പിശാച് വെളിച്ചദൂതൻ്റെ വേഷമെടുത്ത് പല വേഷങ്ങളിൽ നമ്മുടെയൊക്കെ മുമ്പാകെ വരുവാനൊക്കെ നോക്കും, നമ്മളെ ട്രാപ്പ് ചെയ്യുവാൻ നോക്കും. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യോഗ എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടർ ഫീറ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസാണ്, വ്യാജമായിട്ടുള്ള ഒരു ആത്മീക അനുഭവമാണ്. അവർ കരുതുമായിരിക്കാം പരിശുദ്ധാത്മാവിൻ്റെയൊക്കെ പ്രവൃത്തിയാണെന്നുള്ളത്. അല്ല, യോഗയിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തികളാണ്. 4. യോഗ പോസസ് ആൻഡ് പ്രാക്ടീസസ് ആർ ഐഡലേറ്ററസ്. യോഗയിലെ പോസുകളും രീതികളുമൊക്കെ വിഗ്രഹാരാധനയാണ്. പലരും ഈ യോഗയിൽ ഒരു ആത്മീക ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് അതിനുവേണ്ടിയൊക്കെയാണ് അതിൻ്റെ പുറകിൽ പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു കൗണ്ടർ ഫീറ്റ് എക്സ്പീരിയൻസ് ആണ്. അത് സത്യദൈവവുമായിട്ടുള്ള ഒരു ആത്മീക അനുഭവമല്ല, അത് പൈശാചിക ശക്തികളുമായിട്ടുള്ള ആത്മീക അനുഭവമായി തീരും. ഉദാഹരണത്തിന് ട്രീ പോസ്, അതായത് വൃക്ഷാസന എന്ന് പറയുന്നത് സീത എന്ന് പറയുന്ന ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പോസാണ്. പിന്നെ ഡാൻസർ പോസ്, നടരാജസന, അത് ശിവ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പൊസിഷനാണ്. പിന്നെ ഗോഡസ് പോസ്, ഉത്കട കോണാസന, അത് ഇറ്റ്സ് ആൻ ഓഫറിംഗ് ടു ദ ഫിയേഴ്സ് ഡാർക്ക് ഇൻറ്റിമിഡേറ്റിംഗ് ഗോഡസ് നെയിംഡ് കാളി. കാളി എന്ന് പറയുന്ന ഭയപ്പെടുത്തുന്ന ദേവതയെ ആരാധിക്കുന്ന ഒരു പൊസിഷനാണ്. ഇങ്ങനെ ഒട്ടനവധി പൊസിഷനുകളുണ്ട്. 1 യോഹന്നാൻ 4:1 പറയുന്നത്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. അപ്പോൾ നാം എന്തെങ്കിലും ചെയ്താൽ ആദ്യം ചിന്തിക്കണം, ദൈവത്തിൻ്റെ വചനം ബൈബിളുമായിട്ട് ഇൻ ലൈൻ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. ജസ്റ്റ് ബിക്കോസ് മറ്റുള്ളവരെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാമും ചെയ്യേണ്ട യാതൊരുവിധ നിർബന്ധവുമില്ല. 5. വി ഡോണ്ട് നീഡ് ടു ഡു യോഗ ഫോർ മെഡിറ്റേഷൻ. ധ്യാനത്തിന് വേണ്ടി നാം യോഗ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനികൾ ദൈവമക്കൾ എന്നുള്ള രീതിയിൽ നാം ദൈവത്തിൻ്റെ വചനത്തെയാണ് ധ്യാനിക്കേണ്ടത്. ഞാനത് ആദ്യം പറഞ്ഞല്ലോ. ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു എന്ന് സങ്കീർത്തനം 119:105 പറയുന്നു. ആത്മീയതയുടെ വേഷം കെട്ടുള്ള മറ്റൊന്നിനെയും ദൈവമക്കൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ആത്മീയതയ്ക്ക് വേണ്ടി. പലരും യോഗയിലേക്ക് തിരിയുന്നത് യോഗ തരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാമായിട്ടുള്ളൊരു ഫീലിംഗ്, ശാന്തതയുടെ ഒരു ഫീലിങ്ങിന് വേണ്ടിയാണ്. യോഗ വളരെ ശക്തമായിട്ടുള്ള ഊന്നൽ കൊടുക്കുന്നുണ്ട്. ബ്രത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ. അതിന് ഉറപ്പായിട്ടും ഫിസിക്കലായിട്ടും വളരെ മെൻ്റലായിട്ടുള്ളൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്.
പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ബ്രത്ത് വർക്ക്, അതായത് ശ്വാസത്തിൻ്റെ അകത്തോട്ടും പുറത്തോട്ടുമൊക്കെയുള്ള പോകുന്ന ഈ പരിപാടി അത് ദൈവത്തിൽ നിന്നുള്ളത് തന്നെയല്ലേ? ദൈവമല്ലേ ആദ്യ മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതിയത്? ഇയ്യോബ് 33:4 പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവെന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യദൈവത്തെ ആരാധിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം ദൈവം തന്നെ തരുന്നുണ്ട്. ഫിലിപ്പിയർ 4:7 പറയുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ആ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പോയി മാറിപ്പോയിരുന്ന് ധ്യാനിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജാതീയ പ്രാക്ടീസുകൾ ആചരിച്ച് പിടിച്ചെടുക്കേണ്ട ഒന്നുമല്ല. അപ്പോൾ തന്നെ നമുക്ക് സ്ട്രെച്ചിങ്ങും ബ്രീതിങ്ങും റിലാക്സേഷൻ എക്സസൈസുകളും ഒക്കെ ചെയ്യാം. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ ശ്രദ്ധയെല്ലാം സത്യദൈവത്തെങ്കിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള എന്ത് തരം എക്സസൈസുകളും നമുക്ക് ചെയ്യാം. യോഹന്നാൻ 14:27 യേശു തന്നെ പറഞ്ഞില്ലേ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അപ്പോൾ ആ ഒരു സമാധാനം, ആ കാംനെസ് കിട്ടാൻ വേണ്ടി യോഗയുടെ പുറയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക, ദൈവവചനത്തിൻ്റെ മേൽ ശ്രദ്ധ തിരിക്കുക. ദൈവത്തെ പിൻപറ്റുന്നവർക്ക്, ക്രിസ്തുവിൻ്റെ ശിഷ്യനായവർക്ക്, ശിഷ്യയായവർക്ക് വചനം പറയുന്നൊരു ഉറപ്പാണ്, സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവസമാധാനം ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ ക്രിസ്ത്യാനി എന്ന രീതിയിൽ നാം എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിനായിരിക്കണം. 1 കൊരിന്ത്യർ 10:31 തന്നെ പറയുന്നു, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. ആൻഡ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ആ വാക്കുകളൊക്കെ നാം ഓർക്കുന്നത് എത്രയോ നല്ലതാണ്. ഫിലിപ്പിയർ 4:8 ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അത് ഒക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഒരു ദൈവ പൈതൽ, ക്രിസ്ത്യാനി, വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ, he should exercise caution and pray for discernment regarding involvement in yoga. യോഗയെപ്പറ്റിയുള്ള ആ ഒരു ആത്മീക വിവേചനം ഒരു ദൈവ പൈതലിന് ഉണ്ടാകണം. ജാഗ്രത പാലിക്കണം. എവിടെയാണെങ്കിലും അപ്രകാരമുള്ള കാര്യങ്ങൾ എൻകൗണ്ടർ ചെയ്താൽ ജാഗ്രത ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഈ കറിക്കുലം അവർ നേരിടുമ്പോൾ, ഫേസ് ചെയ്യുമ്പോൾ ജാഗ്രത ഉണ്ടായിരിക്കണം. സ്റ്റേ അവേ ഫ്രം അൺഗോഡ്ലി പ്രാക്ടീസസ്. ദൈവികമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കണം. ഉദാഹരണത്തിന് ദാനിയേലും തൻ്റെ ഫ്രണ്ട്സും ഹനനായ, മിഷായേൽ, അസറയ, അവരെ ഒരു ജാതീക രാജാവിൻ്റെ സിസ്റ്റത്തിൽ കൊണ്ടിട്ടപ്പോഴും അവരവരുടെ ദൈവത്തെ വിഷമിപ്പിക്കുന്ന, അവരവരുടെ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യവും അവർ ചെയ്തില്ലല്ലോ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അവരെ ഓരോ കഷ്ടതയുടെ അനുഭവത്തിലേക്ക് അവരെ തള്ളിയിട്ടു. പക്ഷെ ദൈവം അവരെ രക്ഷിച്ചു, ദൈവം അവരെ സൂക്ഷിച്ചു. അതാണ് പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മൂല്യത്തിന് വേണ്ടി നാം നേരോടെ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമ്മളെ സൂക്ഷിക്കും, ദൈവം നമ്മളെ ഉപയോഗിക്കും. ആമേൻ. അതിനായിട്ട് അപ്രകാരമുള്ള തീരുമാനങ്ങളും ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.